പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സജിനി മോൾ. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഞാൻ ഗൃഹാസനത്തിൽ വരുന്നത്, എനിക്ക് യൂട്രസിലൊരു മുഴയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ ഈ വാതിക്കെ കൂടി പാസ് ചെയ്യുമായിരുന്നു ആലപ്പുഴ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഞാൻ വാതിക്കൽ വന്നിട്ട് മാതാവിനടിക്കെ പ്രാർത്ഥിച്ചു, മാതാവേ കാരണം എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഇതില്ലായിരുന്നു, കാരണം ഭയങ്കര പെയിനായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒന്ന് നിൽക്കുവാണെങ്കിൽ തന്നെ കാല് ഇങ്ങനെ പിണച്ചിതാൻ നിൽക്കാൻ പറ്റത്തുള്ളൂ, കാരണം അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. വന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അസുഖങ്ങളൊക്കെ മാറുമെന്ന്. അത് തന്നെയല്ല, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ എനിക്ക് നമ്മളുടെ ക്രിസ്ത്യൻ നിയമം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിവിടെ നിന്നിട്ട് ഓരോരുത്തർ പറയുന്നത് കൊണ്ട് ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി, മാതാവേ എനിക്ക് ഈ വയ്യാഴിക ഒന്ന് മാറ്റി തന്നേക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അത് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പതിയെ ബ്ലീഡിങ് നിന്നു, പെയിനും കുറവായി. അപ്പോൾ എനിക്ക് നല്ലൊരു വിശ്വാസം. പിന്നെ ഈ വഴി പോകുമ്പോഴൊക്കെ, എന്നാലും ഞാൻ അകത്ത് കയറിയിട്ടില്ല. ഈ വഴിയിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ വന്നിട്ട് മാതാവിനെ തൊഴുത് നേർച്ചയിട്ട് പോകുമായിരുന്നു. അങ്ങനെ എൻ്റെ ബ്ലീഡിങ്, എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ ഞാൻ ഹിന്ദു ആണെങ്കിലും അദ്ദേഹം അമ്പലത്തിൽ പോവുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ എനിക്കിങ്ങനെ പെയിനും മാറി ബ്ലീഡിങ്ങും മാറിയത് കൊണ്ട് അദ്ദേഹത്തിനൊരു വിശ്വാസം. അപ്പോൾ പോണ വഴിക്ക് പുള്ളി പറയും കയറിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നേർച്ചയിട്ടിട്ടാണ് പോകുന്നത്. തിരിച്ച് വരുമ്പോൾ കയറാൻ പറ്റുവാണെങ്കിൽ കയറി തൊഴുതിട്ട് താൻ പോകുക. അങ്ങനെ ഇരിക്കെ ഞാനൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ട് ഒരു 6 മാസം ആയില്ല. അപ്പോൾ അതിനു മുമ്പ് അവിടെ താൽക്കാലികമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളും സ്ഥിര ജോലിയുള്ള ആളും ഞാൻ ചെന്നത് ഇഷ്ടമായില്ല. കാരണം ഞാനൊരു ഫുഡിൻ്റെ ഒരു മേഖലയിലാണ് ജോലി ചെയ്തത്, അത് ഗവൺമെൻറ്റിൽ. അപ്പോൾ അവർക്കതൊരു വല്ലാത്തൊരിത്, കാരണം അവർ പല കള്ളത്തരങ്ങളും അതങ്ങനെ പ്രശ്നമായി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രശ്നമായത് കഴിഞ്ഞ് അവിടെ സ്ഥിര ജോലിക്കാരിയും ഞാനും 6 മാസമായിട്ടില്ല, എനിക്ക് സ്ഥിര ജോലിയാണ് എങ്കിലും പ്രശ്നമായി. എനിക്ക് 3 മാസത്തേക്ക് സസ്പെൻഷനായി കഴിഞ്ഞപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ജോലി പോകുന്നുള്ളൊരു ഉറപ്പായപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ കൃപാസനത്തിൽ അകത്ത് കൊണ്ടുവന്നത്. അത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 22/1/2025 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൻ്റെ അകത്ത് വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് ഒരു മാസം, അതായത് 22/2/2025 എനിക്ക് സസ്പെൻഷനാകുകയാണ് ചെയ്തത് 3 മാസത്തേക്ക് രണ്ടാൾക്കും. അങ്ങനെ 3 മാസത്തിൻ്റെ ഇതിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും അച്ഛനെ കാണുകയും വിജയകുമാർ സാറിനെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, സാക്ഷ്യം പറയണം എന്നും മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഇരുന്ന് ഞാൻ 5/6/2025 ഞാനിവിടെ വരികയും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം 3 മാസമായിട്ടും നമുക്ക് കയറാനുള്ള ഇതില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു 6 മാസം ജോലിക്ക് കറക്റ്റായിട്ട് ഇല്ലാത്തത് കൊണ്ട് മിക്കവാറും ജോലി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരിത്. കാരണം മാതാവ് അനുഗ്രഹിച്ച് തന്ന ജോലിയാണ്, നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള സെൻറ്ററിലാണ് നമുക്ക് ജോലി കിട്ടിയത്. അപ്പോൾ നമുക്ക് വളരെ സങ്കടമായി, ദൈവമേ മാതാവേ നീ തന്ന ജോലിയാണ്, അത് കളയുകയാണ്. പിന്നെ പറഞ്ഞിരുന്നു, അഥവാ ജോലി കിട്ടിയാലും ആ സെൻറ്ററിലില്ല എന്ന്. നിങ്ങളിൽ പലവർക്കും അറിയാമായിരിക്കും, ഗവൺമെൻറ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ സസ്പെൻഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആ സെൻറ്ററിൽ നമുക്കൊരിക്കലും കിട്ടാറില്ല. അപ്പോൾ എനിക്ക് അതും ഒരു വിഷമമായി, കാരണം എനിക്ക്
12-13 വയസ്സുള്ള കുട്ടിയുണ്ട്, പെൺകുട്ടിയാണ്. അപ്പോൾ അതിനെയും നോക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും എനിക്കുണ്ടായിരുന്നു. മാതാവിനോട് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. 6 ഞാൻ ഇവിടെ വരികയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒരു 2:30 ഞാൻ മാറി അങ്ങ് കിടന്നു. ആ സമയത്ത് എൻ്റെ സൂപ്പർവൈസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജിനി പിന്നെ വന്ന് അപ്പോയിൻമെൻ്റ് ഓർഡർ വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ സന്തോഷം, കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവേ നീ എന്നെ കൈവെടിയല്ലേ, എനിക്ക് ആ ജോലി തന്നെ അതേ സെൻറ്ററിൽ തന്നെ കാരണം എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അതേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞ് കരയുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ മാതാവ് എനിക്ക് അപ്പം ഞാൻ അപ്പോയിൻമെൻ്റ് ഓർഡർ വാങ്ങിക്കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ അപ്പോഴും എനിക്ക് ഭയങ്കര പേടി, ആ സെൻറ്ററിലാണോ അതോ എന്നെ ദൂരത്തേക്കാണോ എന്നുള്ളൊരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ നോക്കി നിന്നു, അത് പിന്നെ അപ്പോയിൻമെൻ്റ് ഓർഡർ ഒന്നും ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 7 മണിയായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനത് പൊടിച്ച് വായിച്ചപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതേപോലത്തെ ഒരു സന്തോഷമാണ്. അതേ സെൻറ്ററിൽ എന്നെ മാതാവ് ജോലി തന്ന് ഇതാക്കുകയും എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത് അവരെ വേറെ എവിടെയാണെന്ന് കൂടി എനിക്കറിയില്ല, വേറെ മാറ്റിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് മാതാവ് എൻ്റെ ജോലി തന്നു. പിന്നെ എൻ്റെ ബ്ലീഡിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എനിക്ക് ഇപ്പോൾ 1 വർഷത്തിന് മേലെയായി. ഈ നിമിഷം വരെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഇതുവരെ എനിക്ക് ബ്ലീഡിങ്ങോ പെയിനോ ഈ നിമിഷം വരെ ഉണ്ടായില്ല. അതേമാതിരി എനിക്ക് 2 പ്രാവശ്യം അമൃത ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ കയറിയെങ്കിലും എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ എനിക്ക് വേഗം ഹാർട്ട് ബീറ്റും കൂടുകയും BP കൂടുകയും ചെയ്യുന്നത് കൊണ്ട് എന്നെ വെളിയിലിറക്കും. അങ്ങനെ ഇതായിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ യൂട്രസിൽ മുഴ നന്നായിട്ട് ചുരുങ്ങി, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല, ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ മാതാവ് അത് പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റിത്തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാനിത് പോകുന്നു. ഞാൻ പത്രം ഇവിടുന്ന് കൊണ്ടുപോവുകയും ഹോസ്പിറ്റലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുകയും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള 1-2 പേർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഞാൻ പൊതിച്ചോറുണ്ടാക്കുകയും നമ്മളുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് പേര് നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്, അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലായ ചേർത്തലയിൽ കൊണ്ടുവന്ന് കൊടുക്കും. അതേപോലെ എൻ്റെ മോള് ചേർത്തല ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാതിക്കയിലും ഇങ്ങനെ പാവങ്ങൾക്ക് ചോറ് കൊടുക്കണ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ കഴിയുന്ന പ്രാവശ്യങ്ങളൊക്കെ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ചോറ് കൊടുത്ത് വിടാറുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾ കുറച്ച് പേരൊക്കെ ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ളവരുണ്ട്, അവർക്കൊക്കെ നമ്മൾ പോകുമോ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള കാശ് രൂപങ്ങളൊക്കെ ഞാൻ കൊടുക്കുകയോ അവരുടെ മനസ്സിന് ധൈര്യം കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്ത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ സാക്ഷ്യം കേൾക്കാറുണ്ട്, ബൈബിള് വായിക്കാറുണ്ട്, പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് കേൾക്കാറുണ്ട്, ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപമാലയാണ്. നമ്മളുടെ അച്ഛൻ ഇടയിൽ ടോക്ക് പറയുമ്പോൾ ഒരു ശൈലമ്മ എന്ന് പറയുന്ന അക്കയെ പറ്റി പറയാനുണ്ട്. ആ അക്കയാണ് എനിക്ക് ജപമാലയൊന്നും എന്തുവാണെന്ന് പോലും അറിയില്ലായിരുന്നു. അക്കയാണ് എനിക്ക് ജപമാലയുടെ ബുക്ക് വാങ്ങി തന്നതും ബൈബിള് വാങ്ങി തന്നതും ഒക്കെ, ജപമാല പഠിപ്പിച്ചു തന്നതും ഒക്കെയാണ് എനിക്ക്. 25 വർഷമായിട്ട് എൻ്റെ വീട് പണി തീരാണ്ട് കിടക്കുകയായിരുന്നു. ആ വീടിൻ്റെ പണി തീർത്തു. ഞങ്ങൾ ഡിസംബറിൽ വീട് പുണ്യാർച്ചന നടത്തി. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. എനിക്ക് എല്ലാ അനുഗ്രഹവും തന്ന എൻ്റെ മാതാവിനും ഈശോപ്പയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനമാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്കുള്ള അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നടത്തി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പലപ്പോഴും തളർന്ന മനസ്സോടെ, ബന്ധങ്ങൾ തകർന്ന അവസ്ഥയിൽ,
വിശ്വാസം ക്ഷീണിച്ച നിലയിൽ നാം ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം അമ്മ നമ്മോട് പറയുന്നത് എന്നിലല്ല എൻ്റെ പുത്രനിൽ നിലനിൽക്കുക എന്നാണ്. പുത്രനോട് ചേർന്ന് നിൽക്കാനാണ് അമ്മ നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെ അമ്മയാണ് ഈശോയോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ശക്തി സ്വന്തം കഴിവിലല്ല, പുത്രനിലുള്ള വിശ്വാസമാണ്. ഉടമ്പടിയിലൂടെ നമ്മളും ഈശോയുമായി ആത്മീയമായ ഒരു ബന്ധമാണ് ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധം. ആ ബന്ധം നമുക്ക് വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമ്മൾക്ക് മുന്നോട്ട് നയിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും, പ്രത്യേകിച്ച് സജിനി മോൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.